കൈപ്പറമ്പ് പഞ്ചായത്തിലെ 2 വാർഡുകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സഹോദരിയും സഹോദരനുമാണ്. ഇവർ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് മത്സരത്തിനായി ഇറങ്ങുന്നത്. പേരാമംഗലം സ്വദേശി ചിറ്റിലപ്പള്ളി ജോണി ബേബി ദമ്പതികളുടെ മക്കളായ നെൽസൺ ചിറ്റിലപ്പള്ളിയും സിൻസി റിജോയുമാണ് ഈ സ്ഥാനാർത്ഥികൾ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സംഘടനാ പ്രവർത്തന രംഗത്തുള്ള നെൽസൺ ഡ്രൈവർ ജോലിയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നയാളാണ്. പേരാമംഗലം കിഴക്ക് 13-ാം വാർഡിലാണ് നെൽസൺ ജനവിധി തേടുന്നത്. വാർഡിലെ ഒരു 15 കൊല്ലമായിട്ടും UDFന്റെ ഒരു വാർഡാണ്. അപ്പോൾ അവിടെ വന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്താണ് ഈ വാർഡിൻ്റെ വികസനം നടക്കുന്നത്. അത് മാറി എല്ലാ ജനങ്ങൾക്കും വികസനം വേണമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആശയം. ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം എന്തായാലും ഈ വാർഡിൽ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നതെങ്കിലും ഇവിടെ വ്യക്തിപരമായിട്ടും ഓരോരുത്തരെ അറിയാവുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു പ്രചോദനം നമുക്കുണ്ട്. ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൈപ്പറമ്പ് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ കമ്മ്യൂണിറ്റി അംബാസഡറായ സിൻസി ബിരുദാനന്തര ബിരുദധാരിയാണ്. LDF സ്വതന്ത്രയായ സിൻസി 7-ാം വാർഡ് മുണ്ടൂർ സെന്ററിൽ TV ചിഹ്നത്തിൽ മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. പ്രതീക്ഷയുണ്ട് നമുക്ക്. നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളോട് നല്ല താല്പര്യമാണുള്ളത്. CDSലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി അംബാസിഡറായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന രീതിക്കുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു വിജ്ഞാന കേരളം. അതിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് സോഷ്യൽ രംഗത്ത് പ്രവർത്തിക്കണമെന്നൊരു ബോധമുണ്ടായി. നമ്മളെ പാർട്ടി നമ്മളോട് ഇങ്ങനൊരു കാര്യം ചോദിച്ചപ്പോൾ നമുക്ക് പ്രവർത്തിച്ച് നോക്കാം എന്നൊരു സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ ഈ രംഗത്തിലേക്ക് മുന്നോട്ട് വന്നത്. 2 വാർഡുകളിലായി സഹോദരി സഹോദരന്മാരെ മത്സരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കൈപ്പറമ്പ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്. പേരാമംഗലത്തു നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.